ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിന്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും ഹൈപ്പും തന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഡെയിലി മുടങ്ങാതെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അധ്യായം 281. ഹേമന്തിന്റെ കയ്യിലുള്ള വീഡിയോ അവനെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിക്കേണ്ടത് ലാവണ്യയുടെ ആവശ്യമായിരുന്നു. അല്ലെങ്കിൽ അവനത് അവൾക്കെതിരെ ഇനിയും പ്രയോഗിക്കും. ഇനി നിനക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൾ ഒരിക്കൽ കൂടി അവനോട് ചോദിച്ചു. മറുപടിയായി ഹേമന്ത് ഒന്ന് ചിരിച്ചു. വെരി സോറി ലാവണ്യ, തൽക്കാലത്തേക്ക് ഈ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യില്ല. നിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് നിന്നെ എനിക്കൊട്ടും വിശ്വാസമില്ല. ഇപ്പോൾ നിനക്ക് എന്നെ നല്ല വെറുപ്പാണ്, എനിക്കത് നന്നായിട്ടറിയാം. നീ എപ്പോൾ വേണമെങ്കിലും പ്രതികാരം ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവും. അതാണ് എല്ലാവർക്കും നല്ലത്, അവൻ പരിഹാസത്തോടെ പറഞ്ഞു. അതിൽ മുഴുവൻ അവൾക്കുള്ള സൂചനയാണ്. ഉള്ളിൽ അമർഷം ആളിക്കത്തുമ്പോഴും അവൾ സംയമനം പാലിച്ചു. അല്ലാതെ മറ്റൊരു മാർഗവും അവൾക്കിപ്പോൾ മുന്നിലില്ലായിരുന്നു. അതുകൊണ്ട് തൽക്കാലത്തേക്ക് നീലിമയെ കൊല്ലാനുള്ള പ്ലാൻ അവൾ മാറ്റിവെച്ചു. പക്ഷേ ഒരവസരം വന്നാൽ തീർച്ചയായിട്ടും പ്രതികാരം അവൾ ചെയ്യും. അതിൽ നീലിമ മാത്രമല്ല, ചിലപ്പോൾ ഹേമന്തും ഉണ്ടാകുമെന്ന് ആ സമയം അവൾ തീരുമാനിച്ചിരുന്നു. എന്നാ ഞാൻ ഇനി പോവട്ടെ മിസ് ലാവണ്യ മാഡം, നിന്റെ ക്ലബിലെ ജോലികളൊക്കെ നടക്കട്ടെ, അവൻ അവളെ നോക്കി പുച്ഛത്തിൽ പറഞ്ഞു. പിന്നെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ അവൻ അവിടെ നിന്നും നടന്നു. അപ്പോഴും അവന്റെ ചിന്തകൾ ലാവണ്യെ ചുറ്റിപ്പറ്റി തന്നെയാണ്. അവളെ അങ്ങ് ഉപദ്രവിക്കാൻ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. സ്വന്തം നേട്ടത്തിന് വേണ്ടി എന്തു ചെയ്യാൻ മടിയില്ലാത്ത പിശാചാണ് അവൾ എന്ന കാര്യം ഹേമന്ത് ചിന്തിച്ചു. അതേസമയത്തിനെ നീലിമ റിസോർട്ടിലെ റെസ്റ്റോറന്റിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഇടയ്ക്ക് അവൾ ചുറ്റും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആരോ അവളെ പിന്തുടരുന്നതുപോലെ ഇടയ്ക്കൊക്കെ അവൾക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഇവിടെ പേടിക്കാനൊന്നുമില്ലെന്ന് അവൾക്കറിയാം. ഭൈരവ് അവളുടെ സുരക്ഷ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പ്രഗ്നന്റ് ആയതിനു ശേഷം ഭക്ഷണത്തിനോട് അവൾക്ക് താല്പര്യം കുറവാണ്. എങ്കിലും കുഞ്ഞിന് വേണ്ടി അവൾ കഷ്ടപ്പെട്ട് തന്നെ ആ ഭക്ഷണം കഴിച്ചു. അവൾക്ക് ആ റിസോർട്ടിലെ ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ വളരെയധികം ഇഷ്ടമായി. അവിടെ വളരെ ശാന്തത നിറഞ്ഞ അന്തരീക്ഷമാണ്. മനസ്സിൽ ഒരു പോസിറ്റിവിറ്റി അനുഭവപ്പെട്ടു. സിദ്ധാർത്ഥിനും അശ്വിനുമൊപ്പം ഒരിക്കലെങ്കിലും ഇവിടെ താമസിക്കാൻ വരണമെന്ന് അവൾ ഒരുപാട് ആഗ്രഹിച്ചതിന്റെ മുഖം പെട്ടെന്ന് കർക്കശക്കാരനായ സിദ്ധാർത്ഥിന്റെ മുഖം അവളുടെ മനസ്സിലേക്ക് ഓടി വന്നു. അവനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവൾക്ക് ഇന്നും വേദനയാണ് അവനെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ പരമാവധി ഇനി അവനെക്കുറിച്ച് ഓർക്കാൻ അവൾ ശ്രമിക്കാറില്ല. അവൾ ഇടം കൈകൊണ്ട് ഒരൽപ്പം വീർത്ത വയറിൽ തൊട്ടു. അവരോടുള്ള അവളുടെ സ്നേഹമാണ് ആ കുഞ്ഞ്. നല്ല തണുത്ത കാലാവസ്ഥയാണ്, അതുകൊണ്ട് അധിക നേരം പുറത്തിരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവൾ തിരികെ റൂമിലേക്ക് നടക്കാൻ തുടങ്ങി. ആ സമയം അവിടെയുള്ള മരങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ഒരാൾ അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അയാളുടെ നിശബ്ദതയിൽ അവളോടുള്ള സ്നേഹവും വാത്സല്യവും നിറഞ്ഞു നിന്നിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, സിദ്ധാർത്ഥ തന്നെയായിരുന്നു. അവളുടെ വിഷമവും സങ്കടവും എല്ലാം തന്നെ ഓർത്താണെന്ന് അവന് മനസ്സിലായി. അതെല്ലാം നോക്കി നിൽക്കുകയല്ലാതെ അവന് തൽക്കാലത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതാണ് അവളുടെ സുരക്ഷയ്ക്ക് നല്ലതെന്ന് അവനക്ക് തോന്നി. എല്ലാം നല്ല രീതിയിൽ അവസാനിക്കണമെങ്കിൽ കുറച്ചു സമയം കാത്തിരിക്കേണ്ടി വരും. അവൻ അവളെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് നീലിമയുടെ മുന്നിലേക്ക് ഒരു സ്പോർട്സ് കാർ വന്നു നിന്നു. പെട്ടെന്നായതുകൊണ്ട് തന്നെ അവൾ ഒരല്പം പേടിച്ചിരുന്നു. കാറിൽ ഭൈരവാണ്. ഭൈരവിനെ കണ്ടപ്പോൾ അവൾ ഒന്ന് ഞെട്ടി. ഭൈരവ്, താൻ എന്താ ഇവിടെ? നീലിമ ദേഷ്യത്തോടെ ചോദിച്ചു. അവൻ പുഞ്ചിരിയോടെ തന്റെ സൺഗ്ലാസ് അഴിച്ചു. എനിക്ക് നിന്നെ കാണാൻ തോന്നി, ഞാൻ വന്നു, ഒരു കുസൃതി നിറഞ്ഞ ചിരിയോടെ അവൻ പറഞ്ഞു. അവൾ മറുപടി ഒന്നും തന്നെ പറഞ്ഞില്ല. ദൂരെ നിന്നും ഈ കാഴ്ച കണ്ട് സിദ്ധാർത്ഥിന് അസ്വസ്ഥത തോന്നി. മുഖം കണ്ട്, സർ, ഞങ്ങൾ ആരെങ്കിലും അകത്തേക്ക് പോകണോ? സിദ്ധാർത്ഥിന്റെ മുഖം കണ്ടുകൊടുത്തിന് തൊട്ടടുത്ത് നിൽക്കുന്ന ഗാർഡ്സ് ചോദിച്ചു. വേണ്ട, തൽക്കാലം അതിന്റെ ആവശ്യമില്ല, സിദ്ധാർത്ഥ് പറഞ്ഞു. വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ അവൻ ശ്രദ്ധ കൊടുത്തു. ആ സമയം നീലിമ ഭൈരവിന്റെ കാറിൽ കയറിയത് അവൻ കണ്ടു. സിദ്ധാർത്ഥിന്റെ ദേഷ്യം പിന്നെയും ഇരട്ടിയായി. ഇനിയും താൻ ഇവിടെ നിന്നു കഴിഞ്ഞാൽ പിന്നെ ഭൈരവിനെ നേരിടേണ്ടി വരുമെന്ന് അവൻ ആശങ്കപ്പെട്ടു. അപ്പോഴേക്കും ആ കാർ മിന്നുന്ന വേഗത്തിൽ സിദ്ധാർത്ഥിന്റെ മുന്നിൽ നിന്നും അപ്രത്യക്ഷമായിരുന്നു. സിദ്ധാർത്ഥ് ഒന്ന് നെടുവീർപ്പിട്ടു. ലാവണ്യയുടെ നീക്കങ്ങളെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞോ? സിദ്ധാർത്ഥ് മനീഷിനെ നോക്കി ചോദിച്ചു. ബോസ്, അതിനെക്കുറിച്ച് കൂടുതലൊന്നും തന്നെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ നീലിമ മാഡത്തിന്റെ എല്ലാ കാര്യങ്ങളും ലാവണ്യെ അറിയിക്കുന്ന ഒരു ടീമുണ്ടായിരുന്നു.
അവരെല്ലാം നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. മനീഷ് പുതിയൊരു അപ്ഡേറ്റ് കൈമാറി. ഗുഡ്, സിദ്ധാർത്ഥ് സംതൃപ്തിയോടെ പറഞ്ഞു. പിന്നെ അവന്റെ കാറിനരികിലേക്ക് നടന്നു. ഇതേ സമയം നീലിമ ഭൈരവിന്റെ ഒപ്പമായിരുന്നു. അപരിചിതമായ വഴിയിലൂടെ വണ്ടി പോകുന്നത് കണ്ട് അവൾ ഭൈരവിനെ നോക്കി. നമ്മൾ എങ്ങോട്ടായി പോകുന്നത്? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. നമ്മൾ നിന്റെ വീട്ടിലേക്കാ പോകുന്നത്. നിനക്ക് നിന്റെ അച്ഛനെയും അനിയത്തെയും ഒന്ന് കാണണ്ടേ? ഭൈരവ് കുസൃതിയോടെ ചോദിച്ചു. അപ്പോ അവൾ ഒന്ന് ഞെട്ടി. നിനക്കെന്താ വട്ടാണോ ഭൈരവ്? വെറുതെ തമാശ കളിക്കരുത്, അവൾ ദേഷ്യത്തിൽ പറഞ്ഞു. പക്ഷേ അവൻ മറുപടിയൊന്നും തന്നെ നൽകിയില്ല. പക്ഷേ കാർ ചെന്ന് നിന്നത് ഭൈരവിന്റെ ക്ലബിലായിരുന്നു. ഒരിക്കൽ കൂടി ഇവിടെ സംഭവിച്ചതെല്ലാം തന്നെ അവൾക്ക് ആ നിമിഷം ഓർമ്മ വന്നു. അതിൽ നിന്നെല്ലാം അവളെ രക്ഷിച്ചത് സിദ്ധാർത്ഥായിരുന്നു എന്നാൽ ആ സമയം അവനോടൊപ്പമുള്ള ജീവിതം എത്രമാത്രം മനോഹരമായിരുന്നു. ഇന്നെല്ലാം നഷ്ടമായിരിക്കുന്നു. ഭൈരവ് പതിയെ നീലിമയെ കുസൃതിയോടെ ഒന്ന് നോക്കി. അവൾ ഓർമ്മകളിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് അവന് മനസ്സിലായി. അവളുടെ കൈ അപ്പോൾ സ്വന്തം വയറിൽ തൊട്ടിരുന്നു. സിദ്ധാർത്ഥിന്റെ കുഞ്ഞിനെ പറ്റിയാണ് അവൾ ചിന്തിക്കുന്നതെന്ന കാര്യം ഭൈരവിന് അവന് സിദ്ധാർത്ഥിനോട് നല്ല അസൂയ തോന്നിയിരുന്നു. അവൻ നീലിമയെ തന്റെ പ്രൈവറ്റ് റൂമിലേക്ക് അതിമനോഹരവും ആഡംബരപൂർണവുമായ ഒരു മുറിയായിരുന്നു അത്. അവിടെ അവൾക്ക് വേണ്ടി ഒരുപാട് ഭക്ഷണങ്ങൾ ക്രമീകരിച്ചിരുന്നു. ഭൈരവിനോട് നീലിമക്ക് പഴയ ദേഷ്യമൊന്നും അപ്പോൾ ഉണ്ടായിരുന്നില്ല. കൂടാതെ നല്ല സൗഹൃദവും അവർ തമ്മിൽ ഉണ്ടെന്ന് അവൾ വിശ്വസിച്ചു. തന്നെ സഹായിക്കാനിപ്പോ അവൻ മാത്രമേ ഉള്ളൂ എന്ന് അവൾക്ക് തോന്നി. അവൾ ചെറിയൊരു ചിരിയോടെ മുന്നിൽ നിരത്തിയ ഭക്ഷണം പതിയെ കഴിക്കാൻ തുടങ്ങി. ഭൈരവ് അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ അവൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ടും അതിൽ നിന്നെല്ലാം തന്നെ അവൾ മോചിതയായിട്ടുണ്ടെങ്കിൽ അത് അവളുടെ മനസ്സിന്റെ കരുത്തുകൊണ്ട് മാത്രമാണെന്ന് ഭൈരവ് ചിന്തിച്ചു. നീലിമ മാധവര്യത്തിലുള്ളതാണല്ലോ, അഞ്ജലി ഗ്രൂപ്പിന്റെ. അവൻ പെട്ടെന്ന് ചോദിച്ചതോടുകൂടെ തന്നെ നീലിമ ഒന്ന് ഞെട്ടി. അവൾ ഒരിക്കലും തന്നോടൊപ്പം ചേർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു മേൽവിലാസമായിരുന്നു അത്. അതെ, നീലിമ അനിഷ്ടത്തോടെ പറഞ്ഞു. പക്ഷേ ആ ഫാമിലി എന്നെ പെറ്റതല്ലേ അതോടെ എനിക്ക് ആ കുടുംബവുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചു എന്നവൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ഭൈരവിന് അവളെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവരും ആ കച്ചവടത്തിന്റെ ഭാഗമായിരുന്നു. നിന്റെ വിവാഹം ആദ്യമായി തീരുമാനിച്ചതായിരുന്നല്ലേ? അല്ല, ഞാൻ അങ്ങനെ കേട്ടു. അപ്പോൾ അവൻ നിന്റെ അനിയത്തെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞത്? പെട്ടെന്ന് ഭൈരവ് ഒന്ന് നിർത്തി. നീലിമ സംശയത്തോടെ അവനെ ഒന്ന് നോക്കി. അച്ചു ആദിയുടെ മകനാണോ? ഭൈരവിന്റെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ അവളൊന്ന് ഞെട്ടി. പിന്നെ ദേഷ്യത്തിൽ അവനെ നോക്കി. നിനക്കെന്താ ഭൈരവ്, വേറൊന്നും ചോദിക്കാൻ കിട്ടിയില്ലേ? നീലിമ ഈർഷ്യത്തോടെ ചോദിച്ചു. ചോദിക്കാൻ കിട്ടാത്തത് കൊണ്ടൊന്നുമല്ല, അച്ചുവിന്റെ അച്ഛനെ പറ്റി ചോദിച്ചതാണ്. എനിക്കവന്റെ അച്ഛൻ ആരാണെന്നറിയണം. ഭൈരവ് അവന്റെ ആവശ്യം നീലിമയെ ശരിക്കും അമ്പരപ്പിച്ചിരുന്നു. ഭൈരവാണെങ്കിൽ അവളെ നിശബ്ദനായി നോക്കുകയായുടെ മുഖം. നീലിമ പെട്ടെന്ന് മുഖം വെട്ടിച്ചു. സിദ്ധാർത്ഥ് ഒരിക്കൽ പോലും അങ്ങനെ ഒരു ചോദ്യം തന്നോട് ചോദിച്ചിട്ടില്ലല്ലോ എന്നവൾ ഓർത്തു. അശ്വിൻ അവന്റെ സ്വന്തം മകൻ തന്നെയായിരുന്നു. അവനോടൊപ്പം ഉണ്ടായിരുന്ന നല്ല നാളുകൾ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. തുടർന്ന് ജീവിതത്തിൽ നീലിമ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ആ 5 വർഷം, വിദേശത്ത് താൻ താമസിക്കുമ്പോഴുണ്ടായ അനുഭവങ്ങൾ, അച്ഛനിൽ നിന്നുണ്ടായ ഇഷ്ടക്കേടുകളായ പ്രവൃത്തി, രണ്ടാനമ്മയിൽ നിന്നും അവൾക്ക് നേരിടേണ്ടി വന്ന നീചമായ പ്രവൃത്തികൾ, ഇതെല്ലാം അവളെ വല്ലാതെ അസ്വസ്ഥയാക്കി. ഏറെ നേരം കഴിഞ്ഞപ്പോൾ നീലിമ ദീർഘനിശ്വാസം എടുത്തു. നിങ്ങൾ എന്തിനാ ഭൈരവ് ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത്? ഇതിനെനിക്ക് ഒരു ഉത്തരമേ ഉള്ളൂ. അച്ചുവിന്റെ അച്ഛൻ ആരാണെന്ന് എനിക്കും അറിയില്ല. അവൾ ഗൗരവത്തോടെ മറുപടി പറഞ്ഞു. ആ വിഷയം സംസാരിക്കാൻ നീലിമക്ക് താല്പര്യമില്ലെന്ന് ഭൈരവിന് തോന്നി. അതുകൊണ്ട് പിന്നെ അവനൊന്നും തന്നെ ചോദിച്ചില്ല. എന്നാൽ ശരി നീലിമ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്, നമുക്ക് പിന്നെ മീറ്റ് ചെയ്യാം. നീലിമ ഭക്ഷണം കഴിഞ്ഞ് തീർന്നതും ഭൈരവ് അവളോട് പറഞ്ഞു. എന്നിട്ട് നീലിമയെ ഡ്രൈവർക്കൊപ്പം റിസോർട്ടിലേക്ക് പറഞ്ഞയച്ചു. പതിയെ ഭൈരവിന്റെ മനസ്സിലേക്കും പലതര ചിന്തകൾ കടന്നു വന്നു. അശ്വിന്റെ അച്ഛൻ ശരിക്കും ആരായിരിക്കും? അത് എനിക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. ആ 5 വർഷം നീലിമയുടെ ലൈഫിൽ എന്തായിരിക്കും സംഭവിച്ചത്? അതും എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം. ഭൈരവ് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവന്റെ ആൾക്കാർക്ക് നിർദ്ദേശം നൽകി. ഇതേ സമയം നീലിമ അധികം വൈകാതെ തന്നെ റിസോർട്ടിലേക്ക് മടങ്ങിയെത്തിയിരുന്നു. ഒന്ന് ഫ്രഷായി വന്നതിന് ശേഷം അശ്വിന് മെസ്സേജ് അയക്കാൻ തീരുമാനിച്ചു. സിദ്ധാർത്ഥ് വല്ലതും കണ്ടുപിടിക്കുമോ എന്ന പേടി അവൾക്കുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ ഈ സമയത്തൊക്കെ സിദ്ധാർത്ഥ് സ്റ്റഡി റൂമിൽ ജോലി തിരക്കിലായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ മെസ്സേജ് അയക്കാൻ തടസ്സമില്ലെന്ന് അവൾ ഓർത്തുകൊണ്ട് ഫോൺ കയ്യിലെടുത്തു. പിന്നെ വോയിസ് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. അച്ചു, നീ എവിടെയാ? നീ അവിടെയുണ്ടോ? ഭക്ഷണം കഴിച്ചോ മോനെ? അത്രയും പറഞ്ഞവൾ മെസ്സേജ് സെൻഡ് ചെയ്തു. ആ സമയം അശ്വിൻ സിദ്ധാർത്ഥിന്റെ റൂമിൽ ടാബിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ സിദ്ധാർത്ഥിന്റെ ജോലി കഴിയാൻ കാത്തിരിക്കുകയാണ്. അതോടുകൂടെ പെട്ടെന്ന് തന്നെ ടാബിൽ നോട്ടിഫിക്കേഷൻ ടോൺ മുഴങ്ങി.
അവൻ അലക്ഷ്യമായി ആ വോയിസ് ഓപ്പൺ ചെയ്തു. നീലിമയാണെന്ന് മനസ്സിലായതും അശ്വിൻ വെപ്രാളത്തോടെ സിദ്ധാർത്ഥിനെ ഒന്ന് നോക്കി. അവൻ ഇതൊന്നും അറിയാതെ ജോലി തിരക്കിലാണെന്ന് കണ്ടതും അശ്വിന് ആശ്വാസം തോന്നി. ഹലോ അമ്മേ, ഞാൻ ഡാഡിയുടെ മുറിയിലാണ്. ഞാൻ അമ്മയെ വല്ലാതെ മിസ് ചെയ്യുന്നു. അവൻ മറുപടി നൽകി. അത് കണ്ടപ്പോൾ നീലിമയ്ക്ക് സന്തോഷമായി. ഒപ്പം സിദ്ധാർത്ഥിന്റെ അടുത്താണെന്നറിഞ്ഞപ്പോൾ ആശങ്കയും തോന്നി. മെസ്സേജ് അയക്കുന്നത് അവൻ എങ്ങാനും കണ്ടെത്തിയാലോ? അതുകൊണ്ട് അശ്വിന് മെസ്സേജ് അയക്കാൻ അവൾ ഒന്ന് മടിച്ചു. നീലിമയുടെ മെസ്സേജ് കാണാതായപ്പോൾ അവന് അസ്വസ്ഥത തോന്നിയിരുന്നു. ജോലി ചെയ്യുന്നതിനിടയിലും സിദ്ധാർത്ഥ് അശ്വിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ടാബിൽ നിന്നാണ് അശ്വിൻ നീലിമയ്ക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അവന് മനസ്സിലായി. തന്റെ മുന്നിലിരിക്കുന്ന അശ്വിനുമായി മെസ്സേജ് അയക്കുന്ന നീലിമയുടെ ധൈര്യത്തിൽ അവന് ശരിക്കും അത്ഭുതം തോന്നി. ഡാഡി, ഞാൻ എൻ്റെ മുറിയിലേക്കൊന്ന് പോയിക്കോട്ടെ? അശ്വിൻ പെട്ടെന്ന് മുഖമുയർത്തി ചോദിച്ചു. അവന്റെ ഉദ്ദേശം സിദ്ധാർത്ഥിന് മനസ്സിലായിരുന്നു. പോയിക്കോ മോൻ, പോയി കിടന്നോ. നാളെ മോന്റെ ടീച്ചർ വരുന്നുണ്ട്. ജോലിക്കിടയിൽ സിദ്ധാർത്ഥ് പറഞ്ഞു. അശ്വിൻ തലയാട്ടി. പിന്നെ സന്തോഷത്തോടു കൂടി മുകളിലേക്ക് ഓടി. റൂമിൽ കയറി അവൻ സിദ്ധാർത്ഥിന്റെ ഫോൺ എടുത്തു. പിന്നെ ടാബിൽ നിന്നും നീലിമയുടെ നമ്പർ എടുത്ത് ആ ഫോണിൽ ഡയൽ ചെയ്തു. സിദ്ധാർത്ഥിന്റെ നമ്പറിൽ നിന്നും കോൾ വരുന്നത് കണ്ട് നീലിമ പരിഭ്രാന്തി. സിദ്ധാർത്ഥ് എല്ലാം അറിഞ്ഞോ? അവനാണോ ഇപ്പൊ വിളിക്കുന്നത്? അവൾ ഭയപ്പെട്ടു. അതുകൊണ്ട് അവൾ ഫോൺ എടുത്തില്ല. അശ്വിന് കരച്ചിൽ വന്നു. അവൻ വീണ്ടും അവളെ വിളിച്ചുകൊണ്ട് അമ്മക്കിനി എന്തെങ്കിലും ആപത്ത് പറ്റി കാണുമോ എന്ന് ഭയപ്പെട്ട് കുഞ്ഞു മനസ്സിൽ വേദന നിറഞ്ഞു. അമ്മേ, എന്താ എൻ്റെ കോൾ എടുക്കാത്തത്? ഒടുക്കം അവൻ ടാബിൽ നിന്നും അവൾക്ക് മെസ്സേജ് അയച്ചു കൊടുത്തു. അപ്പോഴാണ് സിദ്ധാർത്ഥിന്റെ ഫോണിൽ നിന്നും അശ്വിനാണ് വിളിക്കുന്നത് എന്ന കാര്യം നീലിമയ്ക്ക് മനസ്സിലായത്. നീലിമ പറഞ്ഞിട്ട് അമ്മ ഇവിടെ കുറച്ച് തിരക്കിലായി പോയടാ, ഇപ്പൊ വിളിച്ചോ? നീലിമ അവന് ഉത്തരം നൽകി. അപ്പോൾ തന്നെ അശ്വിൻ അവളെ വിളിച്ചിരുന്നു. അമ്മേ, മറുപുറം കോൾ അറ്റൻഡ് ചെയ്തതോടുകൂടെ തന്നെ അശ്വിൻ സങ്കടത്തോടെ പറഞ്ഞു. അമ്മ മോനെയും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അച്ചു. അത് കേട്ട് നീലിമ കരഞ്ഞുപോയി. അമ്മ കരയരുത്. ഞാൻ കരയില്ല. കരഞ്ഞ അമ്മയെ കാണാൻ കൊള്ളൂല, അശ്വിൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ നീലിമയ്ക്ക് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. നിനക്ക് അമ്മയെ എങ്ങനെ സന്തോഷിപ്പിക്കണമെന്ന് നന്നായിട്ട് അറിയും അച്ചു. നീലിമ പറഞ്ഞത് കേട്ട് അച്ചുവും ചിരിച്ചു. അതൊക്കെ പോട്ടെ, മോനന്ന് എവിടെയാ പോയത്? അമ്മ എത്ര തിരിഞ്ഞു നിന്നെയെന്നറിയോ? നീലിമ ചോദിച്ചു. എനിക്കെന്താ പറ്റിയതെന്നൊന്നും എനിക്കറിയില്ല അമ്മേ. ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഡാഡിയെ എനിക്ക് ഓർമ്മിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഡാഡിയാണ് പറഞ്ഞത് എനിക്ക് ഓർമ്മ നഷ്ടമായെന്ന്. അവളുടെ ചോദ്യം കേട്ട് അശ്വിൻ മറുപടി. ഇത് കേട്ട് നീലിമ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. അച്ചുവിന്റെ കാര്യത്തിൽ അവളുടെ മനസ്സിൽ ആദ്യം നിറഞ്ഞു. മോനെ, നിനക്ക് അവിടെ വെച്ച് നടന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? നിനക്ക് അപകടം എന്തെങ്കിലും സംഭവിച്ചോ? അതിനെക്കുറിച്ച് ഡാഡി എന്തെങ്കിലും നിന്നോട് പറഞ്ഞിരുന്നോ? നീ ഒന്ന് ഓർത്തു നോക്ക്, അവൾ ഭയത്തോടെ ചോദിച്ചു. അമ്മേ, ശരിക്കും എനിക്കൊന്നും തന്നെ ഓർമ്മയില്ല. പക്ഷേ എൻ്റെ മേൽ മുറിവൊന്നുമില്ലല്ലോ. അത് എനിക്ക് ഉറപ്പായിട്ടും അറിയാം. ഞാനിപ്പോൾ വളരെ സ്ട്രോങ് ആണ്. അമ്മ ഏതായാലും അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. അച്ചു നീലിമയെ സമാധാന ഭാഗമാവണ്. എങ്കിലും അവന്റെ ജീവിതത്തിലെ വലിയൊരു ഭാഗം തന്നെയാണ് അവൻ മറന്നുപോയിരിക്കുന്നത്. നീലിമയ്ക്ക് ഇത് കേട്ട് പേടിയായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞാൽ എനിക്കെല്ലാം ഓർമ്മ വരും അമ്മേ. ഡാഡി എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അശ്വിൻ വീണ്ടും പറഞ്ഞു. തീർച്ചയായിട്ടും മോൻ എല്ലാം ഓർമ്മ വരും. നീലിമ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. പിന്നെയും അതിനെപ്പറ്റി അവൾ കൂടുതലൊന്നും തന്നെ സംസാരിച്ചില്ല. അത് ചിലപ്പോൾ അശ്വിന് കൂടുതൽ വിഷമിപ്പിച്ചേക്കാമെന്ന് അവൾ കരുതി. അതുകൊണ്ട് അവൾ അവന്റെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. ഭക്ഷണം കഴിക്കണമെന്നും അനുസരണയോടെ ഇരിക്കണമെന്നും ഉപദേശിച്ചു. സമയം വൈകിയപ്പോൾ അവനോട് ഉറങ്ങാൻ ആവശ്യപ്പെട്ടു. അമ്മേ, എനിക്ക് അമ്മയൊന്ന് കാണണം. വൈകാതെ തന്നെ അമ്മ വരുമോ? അവൻ പ്രതീക്ഷയോടെ ചോദിച്ചു. അമ്മ നോക്കട്ടെ അച്ചു, എന്തായാലും അധികമൊന്നും വൈകില്ല. നിനക്കെന്നെ വിശ്വാസമില്ലേ? അവൾ ചോദിച്ചു. അന്നേരം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അച്ചു ഒന്ന് മൂളി. എന്നാൽ അതുവരെ മോൻ ഹാപ്പി ആയിട്ടിരിക്ക്. വാശി കാണിച്ച് ഡാഡിയെ ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ. നീലിമ അവനൊരു മുന്നറിയിപ്പ് നൽകി. ശരി അമ്മേ, അവൻ സമ്മതിച്ചു. ആ നിമിഷം രണ്ടുപേരും വളരെയധികം സന്തോഷത്തിലായിരുന്നു. അമ്മേ, ഞാനൊരു സംശയം ചോദിക്കട്ടെ? എൻ്റെ കൂടെയുള്ളത് ശരിക്കും എൻ്റെ ഡാഡിയാണോ? അല്ലെങ്കിൽ എനിക്കെന്താ എൻ്റെ ഡാഡിയെ മനസ്സിലാവാത്തെ? അവൻ്റെ കുഞ്ഞു മനസ്സിലെ സംശയം കൊണ്ട് അവൻ വീണ്ടും ചോദിച്ചു. അവൻ്റെ അമ്മ പറയുന്ന ഉത്തരം എന്താണെങ്കിലും അത് അവന് നല്ല വിശ്വാസമാണ്. അതെ, സിദ്ധാർത്ഥ മോൻ്റെ ഡാഡിയാണ്, നീലിമ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അത് കേട്ട് അശ്വിന് സന്തോഷം നിറഞ്ഞു. ആണോ? എന്നിട്ട് എന്താ അമ്മയും ഡാഡിയും ഒരുമിച്ച് ജീവിക്കാത്തത്? അവൻ തൻ്റെ അടുത്ത സംശയം പങ്കുവച്ചു. ഒരു നിമിഷത്തേക്ക് നീലിമയ്ക്ക് എന്ത് പറയണമെന്ന് മനസ്സിലായില്ല. ഈ കൊച്ചുകുട്ടിയോട് കാര്യങ്ങളൊക്കെ എങ്ങനെ വിശദീകരിക്കണമെന്ന് അറിയില്ല. അച്ചു, മോൻ്റെ ഡാഡിയും അമ്മയും ഇപ്പോൾ തമ്മിൽ ലൈഫിൽ ഒരുപാടധികം കോംപ്ലിക്കേറ്റ്. ഇനി ഞങ്ങൾക്കൊരിക്കലും ഒരുമിച്ച് ജീവിക്കാനൊന്നും കഴിയില്ല. അച്ചു ഇനി അമ്മയോടൊപ്പം തന്നെയാണ് ജീവിക്കേണ്ടത്. മോൻ്റെ സംശയങ്ങളൊക്കെ വലുതാവുമ്പോൾ മാറി അവൾ മൃദുവായി വിശദീകരിച്ചു. അവളുടെ വിശദീകരണം നീലിമയ്ക്ക് തന്നെ ദുർബലമായി.
അശ്വിൻ അത് മനസ്സിലാക്കാൻ കഴിയുമോ എന്ന് അവൾക്കറിയില്ല. എങ്കിലും പിന്നെ ഒരുപാട് സംസാരിക്കാതെ ഇരുവരും ഫോൺ കട്ട് ചെയ്തു. അവനിൽ നിരാശയും സങ്കടവും ഒരുപോലെ തന്നെ നിറഞ്ഞിരുന്നു. അമ്മ തന്നിൽ നിന്ന് എന്തൊക്കെയോ മറക്കുകയാണെന്ന പോലെ അശ്വിന് തോന്നി. ഡാഡിക്കും അമ്മക്കുമിടയിൽ എന്തായിരിക്കും സംഭവിച്ചിരിക്കുന്നത്? ഒരുമിക്ക് എന്തുകൊണ്ടായിരിക്കും അവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയും? അശ്വിന്റെ മനസ്സിലെ സംശയത്തിന്റെ അളവ് വീണ്ടും വീണ്ടും കൂടി വന്നു. അങ്ങനെ അശ്വിൻ ഒരുപാടധികം സംശയത്തോടെ നോക്കിയിരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമായി. ഇനി ഇതിന്റെ നെക്സ്റ്റ് എപ്പിസോഡ് ഇപ്പൊ തന്നെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന്റെ മെമ്പർഷിപ്പ് എടുത്തോളൂ കേട്ടോ. ഒരു ദിവസം തന്നെ 3-4 എപ്പിസോഡൊക്കെ വേണമെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു മെമ്പർഷിപ്പ് പ്ലാന് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു എമൗണ്ട് വളരെ ചെറിയൊരു എമൗണ്ട് ഉള്ളൂ. 50 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ ഡെയിലി ഞാനിടുന്ന എപ്പിസോഡൊക്കെ നേരത്തെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടോ. അപ്പോൾ എന്നും പറയുന്നത് പോലെ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഹൈപ്പും തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് എപ്പിസോഡ് ഇപ്പം തന്നെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെമ്പർഷിപ്പ് എടുത്തോളൂ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട്